തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിലായ സംഭവത്തിൽ വിജിലൻസിന്റെ നടപടി പുരോഗമിക്കുകയാണ്. 2 ലക്ഷം രൂപയുമായി എറണാകുളം സ്വദേശി അലക്സ് മാത്യു പിടിയിലായ സ്വകാര്യ ഗ്യാസ് ഏജൻസി ഉടമയുടെ വീട്ടിലാണ് വിജിലൻസ് സംഘം ഇപ്പോഴുള്ളത്. സംഭവ സ്ഥലത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ചന്തു, പരിശോധനകൾ എത്രത്തോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു? ഈ 2 ലക്ഷം രൂപ മാത്രമാണോ ഇവിടെ നിന്ന് കണ്ടെടുത്തത്? ഇപ്പോൾ വിജിലൻസിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് വിജിലൻസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തുക മാത്രമല്ല, ഇതിൽ പ്രധാനമായും അലക്സ് മാത്യു, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സെയിൽസ് വിഭാഗം, അദ്ദേഹമാണ് ആ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കൊല്ലത്ത് ഗ്യാസ് ഏജൻസി നടത്തുന്ന ഈ മനോജിൽ നിന്ന്, പരാതിക്കാരനായ മനോജിൽ നിന്ന് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ പലതവണ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനോജ് വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെയൊക്കെ ഇത് കൊടുത്തിട്ടുമുണ്ട്. പ്രധാനമായും ഈ ഗ്യാസ് ഏജൻസി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് മറ്റ് ഗ്യാസ് ഏജൻസികളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ തുക ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് പലതവണയായി ഇദ്ദേഹം പൈസ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് വിളിച്ച് ഒരു 10 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുന്നു. തുടർന്ന് ഈ മനോജ് വിജിലൻസിൽ പരാതി നൽകുന്നു. പരാതി നൽകിയതിനു ശേഷം അതിൻ്റെ അഡ്വാൻസായി 2 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിന് മനോജിൻ്റെ കവടിയാറുള്ള പണ്ഡിറ്റ് നഗറിലുള്ള വീട്ടിലേക്ക് എത്തുമ്പോഴായിരുന്നു വിജിലൻസ് സംഘം ഇവിടെ വെച്ച് അദ്ദേഹത്തെ പിടികൂടിയത്. 2 ലക്ഷം രൂപ വിജിലൻസ് തന്നെ ഒരു ട്രാപ്പ് ഒരുക്കുകയും 2 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അത് അദ്ദേഹം വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വിജിലൻസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് എന്നൊരു പരാതി ഇദ്ദേഹത്തിനെതിരെ കിട്ടിയിട്ടുണ്ട്. ഈ മനോജിൽ നിന്ന് തന്നെ പല തവണയായി ഇദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെടുകയും അത് വാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ചന്തു, അതായത് മുൻപും സമാനമായ രീതിയിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് എന്ന വിധത്തിലുള്ള പരാതികൾ ഈ മനോജിൽ നിന്ന് മാത്രമല്ല മറ്റാളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്ന തരത്തിലുള്ള പരാതികൾ വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ടോ? ചില ആളുകളെ പുറത്തിറക്കുന്നത് കാണാം. ഈ വ്യക്തിയെ പുറത്തേക്ക് ഇറക്കിയോ? പിന്നിൽ ഇപ്പോൾ ഈ പരാതിക്കാരനായ മനോജ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി, വലിയ തരത്തിൽ പരാതി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മനോജിൽ നിന്ന് തന്നെ പലതവണ ഇദ്ദേഹം പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നാണ് ഇന്ന് അദ്ദേഹം വിജിലൻസിനെ സമീപിച്ചത്. 10 ലക്ഷം രൂപ നൽകാനായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. 5 ലക്ഷമെങ്കിലും നൽകണമെന്ന് രണ്ടാമത് പറഞ്ഞു. അതിനുശേഷം വിജിലൻസിനെ മനോജ് അറിയിക്കുന്നു. ശേഷം 2 ലക്ഷം രൂപയുമായി വിജിലൻസ് ഈ ട്രാപ്പ് തീർക്കുന്നു. അതിനുശേഷം എറണാകുളത്ത് നിന്നും ഈ കൈക്കൂലി കൈപ്പറ്റുന്നതിന് വേണ്ടിയാണ് ഈ അലക്സ് മാത്യു ഇന്ന് ഈ കവടിയാർ എത്തി. എന്തായാലും അദ്ദേഹം ഈ പരാതിക്കാരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിലായിരിക്കുകയാണ്. ആ സംഭവത്തിൽ ഇപ്പോൾ വിജിലൻസിന്റെ നടപടി പുരോഗമിക്കുകയാണ്. പരാതിക്കാരനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേരിൽ കടക്കലൊരു ഗ്യാസ് ഏജൻസി ഉണ്ട്. 2002 തുടങ്ങിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഗ്യാസ് ഏജൻസി നന്നായിട്ട് കമ്പനി പറയുന്ന പോലെ നടത്തിക്കൊണ്ടു പോകുന്നു. ഈ അലക്സ് മാത്യു എന്ന് പറയുന്നൊരു ഓഫീസർ 2013 കാലഘട്ടത്തിൽ കൊല്ലം പ്ലാന്റിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ലോഡ് കിട്ടുന്നതിനൊക്കെ ചെറിയ ഷോർട്ടേജ് ഉള്ളപ്പോൾ ലോഡ് വേണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് കാണണമെന്ന് പുള്ളി പറയും. അങ്ങനെ പുള്ളി പല പ്രാവശ്യം എൻ്റെ അടുത്ത് പൈസ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്, ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ്. അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ ഈ കസ്റ്റമർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പൈസ 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഏജൻസിയിലെ കസ്റ്റമറെ അടുത്ത ഏജൻസിയിലേക്ക് മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞു. എന്നെ പുള്ളിയുടെ ചെലവന്നൂരുള്ള അമ്പാടി റീട്രീറ്റിൽ എന്നെ വിളിച്ചു വരുത്തി. ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ തരാനില്ല, അതിനുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഏജൻസിയിൽ നിന്ന് കിട്ടുന്നില്ല, പൈസ തരാൻ പറ്റൂല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതല്ല, നിങ്ങളൊന്നുകൂടെ ആലോചിക്ക്, പൈസ തന്നില്ലെങ്കിൽ ഞാൻ കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ഒരു പ്രാവശ്യം ഞങ്ങളുടെ സെയിൽസ് ഓഫീസറെ കൊണ്ട് കുറച്ച് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യിച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചു. അപ്പോൾ എനിക്കന്ന് എന്നെ കണ്ടിരുന്നു, ഞാനത് സ്റ്റോപ്പ് ചെയ്യിക്കുമായിരുന്നു. അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യിച്ചത്, ഇനിയും സമയമുണ്ട്, വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇല്ല, എനിക്കത് വേണ്ട, സാറിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ, കസ്റ്റമറെ മാറ്റുന്നെങ്കിൽ മാറ്റിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം വീണ്ടും പുള്ളി ഇടയ്ക്ക് വിളിക്കും, വരണം എന്ന് പറയും. ഇന്ന് രാവിലെ 7:06 പുള്ളി എന്നെ വിളിച്ച്, ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് വീണ്ടും എൻ്റെ കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കാണാം, ഒക്കെ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നിവർത്തികേടുമുണ്ട്.
തീരെ നിവൃത്തിയില്ലാതെയാണ് ഇത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നത്. കാരണം എനിക്കറിയാം ഇനി പുള്ളി പെൻഷനാകാൻ 1 വർഷക്കാലമേ ഉള്ളൂ. അത് എന്നെന്നും എനിക്ക് തന്നെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ചെയ്താൽ. പക്ഷേ നിവൃത്തികേടുമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അത്യാവശ്യമാണ്. പുള്ളി പൈസ വേണം, ഞാൻ അതിന് വേണ്ടിയാണ് എറണാകുളത്ത് വണ്ടി ഓടിച്ച് വന്നത്, പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ള ഇടമെന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച് വാങ്ങിച്ചങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്തത്. ഇത്രയും പൈസയോട് ആക്രാന്തമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യൻ ഓയിലില്ല. ഇന്ത്യൻ ഓയിലിൽ പൈസ വാങ്ങിക്കുന്ന ഒരാൾ പോലും ഇല്ല ഇദ്ദേഹം അല്ലാതെ. ബാക്കി എല്ലാം നല്ല ഓഫീസേഴ്സാണ്. എത്ര കൊടുത്തത്? 2 ലക്ഷം രൂപ പുള്ളി എൻ്റെ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ കളക്ഷൻ ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പൈസ പുള്ളി പിടിച്ച് വാങ്ങിച്ചോണ്ട് ചോദിച്ചത് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് ചോദിച്ചത് ഏകദേശം ഒരു 2-3 മാസം മുൻപാണ്. അത് ഞാൻ കൊടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ച് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യിക്കുകയും ചെയ്തു. പക്ഷേ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനും അറിയില്ല ഇങ്ങനെ ഒരു നാടാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്നുള്ളത്. പുതിയ ആളാണ്, നല്ല ആളാണ്, നല്ല ഓഫീസറാണ്. പക്ഷേ ഇയാളെ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഓയിൽ. ഇതിന് മുൻപും ഇയാളെ പോലെ ഒരു ഓഫീസർ ഇന്ത്യൻ ഓയിൽ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, തുടർന്നും വരത്തില്ല. ഇതിന് മുമ്പ് പൈസ വാങ്ങി പുള്ളി 10,000 25,000 ഒക്കെ വെച്ചാണ് അത് വാങ്ങുന്നത്. അത് ഒരു 3-4 തവണ വാങ്ങിയിട്ടുണ്ട്. പല ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് പുള്ളി വാങ്ങിയിട്ടുണ്ട്. ഒരുത്തനും അത് ധൈര്യമില്ലാത്തതുകൊണ്ട് പറയത്തില്ല. 2013 മുതൽ പൈസ വാങ്ങുക. 2013 മുതൽ പൈസ വാങ്ങും. വലിയ എമൗണ്ട് ചോദിക്കുന്നത് ഇപ്പോഴാണ്. പല പ്രാവശ്യം ഹോട്ടലിലൊക്കെ പുള്ളി വരികയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നോടൊപ്പം വന്നിട്ട്. എൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് താമസിക്കുന്നത്. ആ മര്യാദ പോലും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. ആ ഒരു മാനുഷിക പരിഗണന പോലും തന്നിട്ട് ഞാൻ റോഡിൽ ഇറങ്ങിയ നേരെ ഇദ്ദേഹത്തിൻ്റെ വീടാണ് കാണുന്നത്. ആ നാട്ടുകാരനാണെന്നുള്ള സ്നേഹം പോലും എൻ്റെ അടുത്ത് കാണിച്ചിട്ട്. അത്ര വൃത്തികെട്ടൊരു ഓഫീസറാണ് അവൻ. പൈസ നിർബന്ധിച്ച് ചോദിച്ച് വാങ്ങിച്ചാണ് ഇല്ല എന്ന് പറഞ്ഞിട്ടും. ഇത് സമ്മർദ്ദം, അതായത് ചൂഷണം സഹിക്കാൻ കഴിയാതെ നിവൃത്തിയോട് കൊണ്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. കാരണം ഇത്രയും സീനിയറായ ഒരു ഓഫീസറെ നല്ല പോസ്റ്റിലിരിക്കുന്ന ആരും ചെയ്യത്തില്ല. കാരണം പ്രത്യേകിച്ചും ഇനി 1 വർഷമോ 2 വർഷമേ പുള്ളിക്കുള്ളൂ. ആരും ചെയ്ത അത് ഒരുപാട് ആലോചിച്ച് നിവൃത്തികേട് കൊണ്ട് ചെയ്താണ്. കാരണം പൈസ കൊടുത്തിട്ടും കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പുള്ളി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടുക്കിയിൽ ഹൈ റേഞ്ച് ഗ്യാസ് ഏജൻസി എന്ന് പറയുന്നൊരു ഏജൻസി ഞായറാഴ്ച പോയി കമ്മീഷൻ ചെയ്ത് ഉദ്ഘാടനം നടത്തി. തിങ്കളാഴ്ചയാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അവൻ്റെ 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് പുള്ളി വളരെ പെട്ടെന്ന് അടുത്ത ഏജൻസിയിൽ നിന്ന് ഒരു മര്യാദയില്ലാതെ കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവൻ ആ വണ്ടി കൊണ്ടുപോയി സപ്ലൈ ചെയ്യാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു ഏജൻസി ഇയാൾ കാശ് വാങ്ങിച്ചിട്ട് ഉടനെ കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്ത കിട്ടിയ ഏജൻസികളിൽ നിന്നും പുള്ളി പൈസ വാങ്ങിക്കും. അവരുടെ അടുത്തും പറയും ഞാനാണിത് ചെയ്തു തരുന്നതെന്ന് പറയും. ഇന്ത്യൻ ഓയിലിലെ ഓഫീസർമാരെല്ലാം പുള്ളി തെറ്റിദ്ധരിപ്പിക്കും. പുള്ളി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് ചെയ്യുന്നതിന് വേണ്ടി, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ മുൻപേ തന്നെ ഉദ്യോഗസ്ഥരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പുള്ളി കൊണ്ടുപോകും. എന്നിട്ട് പുള്ളി സൈലൻ്റായിട്ട് ഒളിച്ചിരിക്കും, ചിരിക്കും. കാളകൂട വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മളെ കാണുമ്പോൾ ചിരിക്കും. അത്ര മോശപ്പെട്ട ആളാണ് പുള്ളി. ഞാൻ പുള്ളി എന്നെ വിളിച്ചു. പുള്ളി വീണ്ടും തിരക്കി വരുമെന്നൊരിക്കലും ഞാൻ ഇവിടെ പൈസയ്ക്ക് വേണ്ടി വീട്ടിൽ തിരക്കി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ പുള്ളിയെ വിളിച്ച് അഡ്വൈസ് എടുത്തു. ഞാൻ CBIയിൽ വിളിച്ചു. എൻ്റെ ആദ്യത്തെ ധാരണ ഈ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് CBI ആണ് ആക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാനങ്ങനെ CBIയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അവർ എനിക്ക് വിജിലൻസ് ഡയറക്ടറേറ്റിൽ എന്നെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ അവിടെ വികാസ് ഭവനിൽ ചെന്നപ്പോൾ അല്ല പൂജപ്പുര പോകാൻ പറഞ്ഞു. ഞാനങ്ങനെ പൂജപ്പുര പോയി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ആ കാര്യങ്ങൾ അവർ വിശ്വസിച്ചുകൊണ്ട് ആണ് ഒരിത് വന്നത്, സഹകരിച്ചത്. എല്ലാവരും നല്ലപോലെ സഹകരിച്ചു. നിവൃത്തികേട് കൊണ്ടാണ് എനിക്ക് പ്രയാസമുണ്ട് ഇങ്ങനെ ഒരു ഓഫീസറെ പിടിപ്പിക്കേണ്ടി വന്നതിൽ. പക്ഷേ ഇവനെ പോലെ ഒരാൾ ഇനി ഇന്ത്യൻ ഓയിലിൽ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. വന്നാലും നമുക്ക് നടത്തിക്കൊണ്ടു പോകാനൊക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആവശ്യത്തിലധികം പ്രഷറാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൂടെ പിടിച്ചു വാങ്ങിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ നിന്നാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിവൃത്തികേട് കൊണ്ടാണ് അത് ചെയ്തത്. ഓക്കെ. ബിനിൽ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിവൃത്തികേട് കൊണ്ടാണ് അവസാനം വിജിലൻസിൽ പരാതി നൽകിയതെന്നാണ് ഇപ്പോൾ പരാതിക്കാരനായ മനോജ് തന്നെ വ്യക്തമാക്കിയത്. ഇതിനു മുൻപും 2013 മുതൽ ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്നു. ആദ്യമൊക്കെ കുറച്ച് ചെറിയ തുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ പണം ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന് പരിചയമുള്ള ഇടുക്കിയിലടക്കമുള്ള ഗ്യാസ് ഏജൻസിയുടെ കാര്യമെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. പരിചയമുള്ള പലരിൽ നിന്നും ഇത്തരത്തിൽ പണം വാങ്ങാറുണ്ടായിരുന്നു. വാങ്ങിയതായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
നൽകിയിരുന്നു. അവസാനം ഇപ്പോൾ പണം ആവശ്യപ്പെട്ടു, 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 2 ലക്ഷം രൂപ നൽകാമെന്ന് അറിയിച്ചു. അതിൻ്റെ അഡ്വാൻസ് വാങ്ങുന്നതിനായാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഈ വീട്ടിൽ എത്തുമ്പോൾ വിജിലൻസ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. വിജിലൻസ് ശരി, വ്യക്തമാണ് ചന്തു. മനോജ് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം അവിടെ എത്തുകയും കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടുള്ള എറണാകുളം സ്വദേശി അലക്സ് മാത്യു പിടിയിലായത്. 2 ലക്ഷം രൂപ കൈക്കൂലി പണം ആവശ്യപ്പെട്ടതനുസരിച്ച് മനോജ് വിജിലൻസിന്റെ നിർദ്ദേശം അനുസരിച്ച് അലക്സ് മാത്യുവിന് നൽകുകയായിരുന്നു. ഈ കൈക്കൂലി പണത്തോടു കൂടിയാണ് അലക്സ് മാത്യു പിടിയിലായിട്ടുള്ളത്. വിശദമായ വിവരങ്ങളും പരാതിക്കാരന്റെ പ്രതികരണവുമാണ് പ്രേക്ഷകർ കണ്ടത്.